പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളെ സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് പത്രോസ്ലീഹായുടെ ഒരു അഭിവാദനം നമുക്ക് കേൾക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പൗലോസ്ലീഹയുടെ അഭിവാദനം കേട്ട് നിങ്ങൾ മടുത്തുക. നമുക്ക് പത്രോസ്ലീഹയ്ക്കൊക്കെ ഇത് തന്നെയേ പറയാനുള്ളൂ. അപ്പം പത്രോസ്ലീഹ തന്നെ ഒന്നാമത്തെ ലേഖനം ഇങ്ങനെ പറയണം: യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായാലും കപ്പദോക്കിയായാലും ഏഷ്യയിലും ബിഥീനിയായാലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. അപ്പം നമ്മൾ എല്ലാ പുസ്തകന്മാർക്കും നമുക്ക് എല്ലാ സുവിശേഷ ആദ്യകാല സഭയിലുണ്ടായിരുന്നവർക്കൊക്കെ തരാനുണ്ടായിരുന്നത് ഇതാണ്. ഇന്ന് നമ്മൾ സുവിശേഷ പ്രഘോഷകർ വേറെ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജനം ഇന്ന് 4 കാശിന് കൊള്ളൂലാത്ത ഒരു വർഗമായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് വളരെ ദയനീയമായൊരവസ്ഥയിൽ ഇന്ന് ക്രിസ്ത്യാനി എത്തിയിരിക്കുക. യൂറോപ്പ്, അമേരിക്ക, എല്ലാ രാജ്യങ്ങളും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ ഈ ധനം, ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങളുടെ പുറകെ നടക്കുകയാണ്. നമ്മൾ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിലേക്കാണ് നമ്മുടെ മക്കളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇവരോടൊന്നും ഈ സത്യം പറയുന്നില്ല. നമുക്കറിയാം, ഫ്രാൻസൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വെറും വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഫ്രാൻസ് വിൽ ബിക്കം ആൻ ഇസ്ലാമിക് കൺട്രി. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രിട്ടൻ ഇതെല്ലാം ഇങ്ങനെ മാറും. ഇവരെല്ലാം ഇതിൻ്റെ ചൂടറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവരിങ്ങനെ വലിയ നിയമങ്ങൾ കൊണ്ട് എല്ലാം തീവ്ര വലതുപക്ഷത്തേക്ക്, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ബ്രിട്ടീഷുകാർ, അമേരിക്കക്കാർ, കാനഡക്കാരൊക്കെ പറഞ്ഞ് എല്ലാവരും വരികയാണ്. ഇത് വെറുതെ ഒച്ചയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ പുറമേ നിന്നുള്ള മനുഷ്യരില്ലാതെ ഈ ക്രിസ്ത്യാനിക്ക്, ഈ യൂറോപ്യൻസ്, അമേരിക്കൻസ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വെറുതെ ഒച്ചയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല, ഇവർക്ക് അവിടെ ആളില്ല. അപ്പം ഈ വലിയ ഭോഷത്വത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭോഷത്തരം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ വിജ്ഞാനത്താൽ അവർ ദൈവത്തെ മറന്നുപോയി. ഇതാണ് പറ്റിപ്പോയത്. അപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം അതിന്ന് നമ്മുടെ കേരള സഭയിൽ സംഭവിക്കാൻ പോകും. നമ്മളും ഇങ്ങനെ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അധികം താമസിയാതെ തന്നെ നമ്മളും ഈ അടിമത്തത്തിലേക്ക്, ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, വലിയ രീതിയിൽ സുവിശേഷ പ്രഘോഷണ, ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിന് സാക്ഷ്യം നൽകുക, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക, നിത്യത ലക്ഷ്യം വെച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുക. ദാറ്റ് ഈസ് വേ. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. അല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മളും വലിയ അടിമത്തം എന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത വലിയ അരാജകത്വത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അതുകൊണ്ട് പൗലോസ്ലീഹയും പത്രോസ്ലീഹയൊക്കെ നമുക്ക് തരുന്നത്, ഇവരെല്ലാം ക്രിസ്തുവിൽ നമുക്ക് വാഗ്ദാനം ചെയ്ത കൃപയും സമാധാനവും കാരുണ്യവുമാണ്. 1 പത്രോസ് 1:3 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തിനാണ് ദൈവത്തെ വാഴ്ത്തുന്നത്? സ്വർണം കിട്ടിയതിനോ, വെള്ളി കിട്ടിയതിനോ, ജോലി കിട്ടിയതിനോ നമ്മൾ ഇതിനൊക്കെ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് നന്ദി പറയേണ്ടെന്ന് പറയുന്നൊന്നുമില്ല. അതിനൊന്നും അല്ല നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മൾ നന്ദി പറയേണ്ടതാണ് അവിടുന്ന് വാഴ്ത്തപ്പെട്ടത്. കാരണം എന്താ? അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചതിൽ നിന്ന് ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നമുക്കൊരു വീണ്ടും ജനനം ലഭിച്ചിട്ടുണ്ട്. ഈ വീണ്ടും ജനനം ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ കത്തോലിക്കർ വീണ്ടും ജനിക്കാൻ പോയിട്ട് കുളത്തിച്ചാടി വീണ്ടും ജനനം നടത്തിയത്. നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ രക്ഷപ്പെടില്ലെന്നാണ് പറയുന്നത്. എന്തു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കുളത്തിച്ചാടിയത്? ഈ കലക്കവെള്ളത്തിലും ചാണാവെള്ളത്തിലും ചാടി മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനി, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട് ഫൂളിഷ്നെസ് യു ആർ ഡൂയിങ്. എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക്? അത് നിന്റെ സഭയിലുണ്ട്, പക്ഷെ നീ അതിനു വേണ്ടിയല്ല ജീവിച്ചത്. നീ വേറെ എന്തിനൊക്കെ വേണ്ടി ജീവിച്ചതിന് കിട്ടിയില്ല. അപ്പോൾ നിനക്ക് ഇതാ അപ്പുറത്ത് കുറച്ച് തവിടും മിണ്ണാക്കുമായിട്ട് അടുത്ത് പറയാം, നീ ചാടിയാൽ മതി, കുളത്തിൽ ചാടിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഈ കുളത്തിൽ ചാടി വീണ്ടും ജനം എന്തിനു വേണ്ടിയിട്ടാ? പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ടാണ്, വചനം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അവിടെ നിന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന
അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടും. ഈ ലോകത്തെ കുറെ സുഖസന്തോഷം അതിനു വേണ്ടിയിട്ട് കുളത്തിച്ചാടി മാമോദീസ രണ്ടാമത്തെ മാമോദീസ ക്രിസ്ത്യാനി കത്തോലിക്ക, നിന്റെയൊക്കെ സ്ഥിതി അധോഗതി, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ വരുന്ന നാളുകളിൽ അതിദയനീയമായിട്ട് തീർക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് തിരിച്ചു വരിക. അപ്പം അതുകൊണ്ട് നമുക്കുള്ള പ്രത്യാശ എന്താണ്? നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇതിനെ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. അത് വളരെ വളരെ കൃത്യമാണ്. എന്ന് വെച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സ്പിരിറ്റ് നിങ്ങളിൽ കയറാൻ സാധ്യത. അതിൻ്റെ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അയ്യോ പിന്നെ ഈ വചനം കേട്ടോണ്ടിരിക്കും നമ്മളിങ്ങനെ നശിച്ചു പോകാനാണ്. അല്ല, നമ്മൾക്ക് വേണ്ടതെല്ലാം സ്വർഗം തരും. നിനക്കിപ്പോൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിന്റെ സത്യം. മനസ്സിലായില്ലേ? നീ ഇതിൻ്റെ പുറകെ ഓടിയിട്ട് ഈ പഴത്തിൻ്റെ പുറകെ ഓടിയിട്ട് നിനക്ക് എന്തുണ്ട്? നിനക്കൊന്നും കിട്ടിയിട്ടില്ല. ഏതോ ബാങ്കിൽ കുറച്ച് പണം, എന്തോ രണ്ടോ വീടുണ്ട്. നിന്റെ കുടുംബത്തിന് സ്വസ്ഥത പോയി, നിന്റെ മക്കൾ പോയി, നിന്റെ ആരോഗ്യം പോയി, നിന്റെ മനസ്സമാധാനം പോയി, നിന്റെ ഉറക്കം പോയി. പിന്നെ നിനക്ക് എന്തുണ്ടായിട്ട് എന്ത് കാര്യം മകനെ? അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ദൈവത്തെ നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ മറ്റേതിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തെയാണ് നഷ്ടപ്പെടുന്നത്. ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നീ ആഗ്രഹിക്കുന്നതിൽ മനോഹരമായിട്ട് തമ്പുരാൻ നമുക്ക് തരും. അതിനോർത്ത് ഭയപ്പെടണ്ട. പക്ഷെ തിരിച്ചു വരണം. അതുകൊണ്ട് ഈ സത്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉദ്ദേശം. ദൈവം നമ്മളോട് കരുണ കാണിക്കുകയാണ്. യേശുക്രിസ്തുവിൽ നമ്മളോട് കരുണ കാണിക്കുക. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കടങ്ങൾ, ബാധ്യതകൾ ഇതെല്ലാം എടുത്ത് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ ഉദ്ദേശം ഇതാണ്. ഇതെടുത്ത് വേണ്ടിയിട്ടാണ് യേശുവിലുള്ള കരുണ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്. എങ്കിലും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. എന്തിനാണ് ഈ ക്രിസ്തുവിൽ നമുക്ക് ഈ കരുണ? നമ്മുടെ വേദനയും ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും എല്ലാം എടുത്ത് മാറ്റി നമ്മുടെ തകർച്ചകൾ നമ്മളെ വീണ്ടെടുക്കുകയാണ്. അതാണ് ആ കാരുണ്യം, ആ സ്നേഹം അത്രയ്ക്കും വലുതാണ്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ കരുണ, ആ പാടുപീഡകൾ സഹിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് അവഹേളിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ശരീരം തലമുടി മുതൽ ഉള്ളങ്കാല് വരെ തകർക്കപ്പെട്ടവൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, തെറ്റിദ്ധരിക്കപ്പെട്ടവൻ, നീതി നിഷേധിക്കപ്പെട്ടവൻ, ഇതിനെല്ലാം ലോകം ഇതെല്ലാം കാണിച്ചിട്ടും ആ ദൈവപിതാവ് തൻ്റെ പുത്രനുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തനാണ്. ആ അപ്പൻ ഇന്നും നിന്നെയും ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ വേദനയും ദുഃഖം അറിയുന്നവനാണ്. പക്ഷേ ഈ വേദനയിൽ ദുഃഖത്തിൽ നിന്നെ കരകയറ്റാൻ ആ യേശുവിനെ ഉയർപ്പിച്ച ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹം നീ ആയിരിക്കുന്ന എല്ലാ അടിമത്തത്തിനെ ഉറപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്തിനാണ് ഈ കരുണ? നിന്നോട് എന്തിനാണ് ഈ കരുണ കാണിക്കുന്നത്? അത് നീ മനസ്സിലാക്കണം. അതെങ്ങനെയാണ്? ഈ കരുണ ഭൗതിക മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുന്നുവെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ സുവിശേഷം പറഞ്ഞ് ധ്യാനം കൂടി പ്രാർത്ഥനയായി പല പരിപാടിയായി പോകുന്ന എന്തിനാണ്? ഭൗതിക മനുഷ്യന്റെ സന്തോഷത്തിന്, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സംതൃപ്തിക്കും സുഖത്തിനും വേണ്ടി നമ്മളിങ്ങനെ കരുണയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കരുണ ഉപയോഗിക്കാനുള്ളത്, അതിനല്ല കരുണയാണ് ലക്ഷ്യം. അങ്ങനെ നമ്മൾ തെറ്റായ രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലഭ്യമല്ല. പന്നിക്കുഴിയിൽ കിടക്കുന്ന ധൂർത്തപുത്രൻ എന്തുകൊണ്ട് ഈ കരുണ കൊടുത്തില്ല? അപ്പനറിയാം തൻ്റെ മകൻ വലിയ ബുദ്ധിമുട്ടിലാണ്, ഞെരുക്കത്തിലാണ്, അവന് ഭക്ഷണമില്ല. അപ്പൻ്റെ വീട്ടിലെല്ലാം സമൃദ്ധമായിട്ടുണ്ട്. എന്തുകൊണ്ട് അപ്പനൊരു വീട്ടിൽ വേലക്കാരുണ്ട്. എന്നിട്ട് എന്താ അപ്പൻ വേലക്കാരനെ വിട്ടുകൊടുക്കാത്തത്? വേലക്കാരനെ വിട്ട് അവനെ നേടിക്കാത്ത എന്താണ്? കാരണം അവൻ ആ കാരുണ്യത്തിൻ്റെ ലക്ഷ്യമുദ്ദേശം തെറ്റിദ്ധരിച്ചു. അപ്പൻ കാരുണ്യവാനാന്ന് അറിഞ്ഞത് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം നേടി വരുത്തണം പോവുകയാണ്. അതിനു വേണ്ടിയിട്ടല്ല. അപ്പോൾ നീ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവത്തെ നിഷേധിച്ച് നമ്മൾ ഭൗതിക വസ്തുക്കളുടെ പുറകെ, ഭൗതിക വസ്തുക്കൾ നമുക്ക് സുഖവും സന്തോഷം തരുന്നു പറഞ്ഞു പോയ മകൻ, അവൻ അതിൽ നിന്ന് തിരിച്ചു വരണം. അല്ലാതെ നമ്മൾ കുറെ പ്രാർത്ഥനകളും കുറെ ആത്മീയ കർമ്മങ്ങളും പടക്കവും വെടിയും പൊട്ടിച്ച്
കുറേ ഉപവാസവും കുറേ ജാഗരണം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇതൊന്നും തിരിച്ചു തരില്ല ദൈവം. ആൻഡ് ഗോഡ് ഈസ് വെരി ക്ലിയർ. തമ്പുരാൻ വളരെ ക്ലിയർ ആണ്. നീ എടുക്കുന്ന ഏത് ദുരിതത്തിനെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ആ പിതാവിൻ്റെ സ്നേഹം. നിനക്ക് നഷ്ടപ്പെട്ടത് എന്തും തിരിച്ചു തരാൻ കഴിവുള്ളതാണ് ആ സ്നേഹം. പക്ഷേ നീ അനുദപിച്ച് തിരിച്ചു വരണം. അപ്പൊ അതുകൊണ്ട് പന്നിക്കുഴി കിടക്കുന്ന മകന് വേലക്കാർ വഴി ഭക്ഷണവും സാധനവും കൊടുത്തു വിടുന്നില്ല. കാരണം അവൻ സുബോധമുണ്ടാകണം. ഈ അവസാന നാളുകളിൽ എന്നെ ശ്രമിക്കുന്ന മക്കളെ, നിനക്ക് സുബോധമുണ്ടാകണം. ഈ സുബോധത്തിലേക്ക് നമ്മൾ വരണം. എന്താണ് സുബോധം? നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഈ ലോകത്തിന്റെ വസ്തുക്കൾ, ഭൗതിക വസ്തുക്കൾ സമ്പാദിക്കുന്നത്, അതിന്റെ ഉപയോഗം വഴി, അതിന്റെ വ്യാപാരങ്ങൾ വഴി നമ്മുടെ ജീവിതം ധന്യമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ല, അത് നീ പന്നിക്കുഴിയിലെത്തുള്ളൂ. അപ്പൊ പന്നിക്കുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ഇതിന്റെ പുറകെ ഓടിയ മകനായിരിക്കാം നീ. പക്ഷെ നിന്നെ സ്വർഗം തിരിച്ചു വിളിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നീ തമ്പുരാനിലേക്ക് തിരിച്ചു വരണം, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം, ഈ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. എങ്കിൽ നിന്റെ ഈ വേദനകളെല്ലാം ദൂരീകരിക്കാൻ ഈ സ്നേഹത്തിന് കഴിവുണ്ട്. മാത്രമല്ല, നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചിട്ടാണ് അപ്പം കാത്തിരിക്കണം. പക്ഷെ ഈ കരുണയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നീ വളരെ വ്യക്തത ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ പറഞ്ഞത്, ഈ കരുണ ഭൗതിക മനുഷ്യന് സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തിക ലക്ഷ്യം. വളരെ ക്ലിയർ ആണ്. ജോൺ പോൾ സെക്കൻഡ്, JP2 സെയിന്റ് ജോൺ പോൾ സെക്കൻഡിന്റെ മനോഹരമായ വാക്കുകളാണ്. അപ്പം അദ്ദേഹം ദേവൂസ് കാരിത്താസ് എന്ന് പറഞ്ഞ വലിയ ദൈവകരുണയെക്കുറിച്ചുള്ള ആ ചാക്രിക ലേഖനത്തിൽ പറയാം. അപ്പം അതിൽ എന്നിട്ട് പറയാണ്, അപ്പം എന്തിനാണ് ഈ കരുണ കാണിക്കുന്നത്? നീ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നിന്റെ ശാരീരിക മാനസിക ഭൗതിക പ്രശ്നങ്ങൾ പരിഹാരം തരും. പക്ഷേ ഈ കരുണ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നീ വരണം. ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ കരുണ നിനക്ക് ലഭ്യമാവില്ല, അത് നിനക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശാരീരിക മാനസിക സുഖസംതൃപ്തിക്ക് വേണ്ടി നീ നടത്തുന്ന കലാപരിപാടികൾ നിർത്തി നിന്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനും നമ്മൾ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്ന്. എന്താണ് ഈ പാപ അവസ്ഥ? അടിസ്ഥാനപരമായ പാപ അവസ്ഥ എന്താ? ആദ്യത്തെ പാപത്തിലാണ് സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം തേടുക, ലോകവസ്തുക്കളിൽ സൗഭാഗ്യം തേടുക, ഇത് സമ്പാദിക്കുന്നവരുടെ ജീവിതം ധന്യമാകുന്നുള്ള ആ തെറ്റിദ്ധാരണ ഇതാണ് പാപത്തിൻ്റെ അവസ്ഥ. ക്രൈസ്തവ ജീവിതം, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കുറെ സുഖത്തിനും പ്രശസ്തിക്കും നേട്ടങ്ങൾക്കുള്ളതല്ല. ഇത് വളരെ ക്ലിയർ ആക്കും. ക്രൈസ്തവ ജീവിതം ആത്മരക്ഷയ്ക്കും അപരന്റെ ആത്മരക്ഷയ്ക്കും. ഇങ്ങനെ പറയാറുണ്ട്, ഒരു ക്രിസ്ത്യാനി സന്തോഷിക്കുന്നതിൻ്റെ ഏക കാരണം അപരന്റെ ആത്മരക്ഷയിലാണ്. സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് ബൈബിളിൽ പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സന്തോഷിക്കുന്നത്? സ്വർഗം എന്തിനു സന്തോഷം? ഈ ദൂർത്തനായ പുത്രൻ അനുതപിച്ച് തിരിച്ചു വന്ന് അവൻ ആത്മരക്ഷ നേടിയപ്പോൾ സ്വർഗം സന്തോഷിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെക്കുക. അതുകൊണ്ടൊരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് പാപികളുടെ മാനസാന്തരത്തിലാണ്. ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം പണവും പ്രശസ്തിയും സമ്പത്തും നേടാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പം ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പം ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ലോകത്തിലെ ലോകവസ്തുക്കളും ലോകത്തിൻ്റെ കാര്യങ്ങളും മുഴുകി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ലോകം നമ്മളോട് പറയുകയാണ്, ലോകം നമ്മുടെ മുന്നിൽ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, അച്ചീവ്മെൻറ്റ്സ്, അല്ലേ? നിന്റെ കാര്യക്ഷമത, നിന്റെ നേട്ടങ്ങൾ, നിന്റെ വിജയങ്ങൾ, ഇതൊക്കെയാണ് ലോകം നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ഇതിലെല്ലാം അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ ഓടി നടക്കുമ്പോൾ സ്വർഗം നിന്നോട് പറയുകയാണ്, ഇതല്ല സ്വർഗം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ പരിശുദ്ധിയാണ്, വിശുദ്ധിയാണ്. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ നാളെ നമ്മളെല്ലാം വി ആർ വെരി ക്ലോസ് ടൈമിങ്ങിൽ നിൽക്കുകയാണ്. ഒരു അന്ത്യവിധിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. നമ്മൾ നാളെ വിധി നടക്കപ്പെടുകയാണ്. നമ്മളെല്ലാവരും വിധിക്കപ്പെടും. ഈ ലോകത്തുള്ള സകല മനുഷ്യരും, മാർപ്പാപ്പ മുതൽ അപ്പ്യാര് വരെ, ലോകത്തിലെ ഏറ്റവും വലിയ ബൈഡൻ മുതൽ ലോകത്തിലെ ഏറ്റവും പ്രധാനമന്ത്രി മുതൽ ഒരു പഞ്ചായത്തിലെ ഏറ്റവും താഴെയുള്ള സ്വീപ്പർ വരെ, എവ്രിബഡി വിൽ ബി ജഡ്ജ്ഡ് ടുമോറോ. നമ്മൾ വിധിക്കപ്പെടും. നമ്മൾ വിധിയാളിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് നിൽക്കുമ്പോൾ
ഇന്ന് ലോകം പറയുന്ന പോലെ നിന്റെ നേട്ടങ്ങൾ, നിന്റെ കാര്യക്ഷമത, നിന്റെ വിജയങ്ങൾ, നിന്റെ അച്ചീവ്മെന്റ്സ്, നിന്റെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി പ്രകാരമല്ല മകനെ നിങ്ങൾ വിധിക്കപ്പെടുക. നീ ക്രിസ്തുത്വത്തിൽ, ദൈവത്വത്തിൽ, സ്നേഹത്തിൽ എത്രമാത്രം പൂർണ്ണ പ്രാപിച്ചു. ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവത്വത്തിൽ, സ്നേഹത്തിൽ നീ എത്രമാത്രം പൂർണ്ണത പ്രാപിച്ചു എന്നുള്ളതിന്റെ ബേസിസിൽ മാത്രമാണ് നീ വിധിക്കപ്പെടുക. അതുകൊണ്ട് അത് ഇന്ന് ലോകത്തിന് സ്വീകാര്യമല്ല. കാരണം ലോകം ഇങ്ങനെ പണം തരുന്ന പ്രശസ്തി, സൗകര്യങ്ങൾ, നേട്ടങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നു. നീ എന്താ ഒന്നും ചെയ്യുന്നില്ല? ഇല്ല, ഞാനിങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്ശിയെ, എന്ത് നാണക്കേടാണ്! ഇതൊക്കെ മണ്ടത്തരമാണെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മണ്ടത്തരത്തിലേക്ക് വരാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഈ മണ്ടന്മാരാകുക ആണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ച് നമ്മളൊരു ബോഷനായി തീരുക. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ബോഷന്മാരാകുമോ? നെവർ. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ബോഷന്മാരായി. ഇതാണ് നിങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ചെല്ലുക. കഴിഞ്ഞ മാസത്തെ ഞാൻ അമേരിക്ക വരെ ഒന്ന് പോയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കാണുന്നതാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നശിക്കാന്ന് പറഞ്ഞാൽ വിത്തിൻ 15-10 years അമേരിക്കക്കാരെ കയ്യിൽ നിന്ന് സാധനം പോകും. കാരണം വെച്ചാൽ മറ്റ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ കയറി വരികയാണ്. അവരെ കൂടാതെ അമേരിക്കക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തത്. കാരണം ഈ ലോക വസ്തുക്കളുടെ പുറകെ പോയി ഇത് സമ്പാദിക്കാൻ വേണ്ടി അവൻ ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവ പ്രമാണങ്ങൾ ലംഘിച്ച് അവൻ ഈ ലോകത്തിന്റെ വഴി കൂടി നടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണെന്ന് യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളും വിടും. ഇന്ന് ആ രാജ്യങ്ങളിലേക്ക് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ വിളിക്കേണ്ട ഗതിയാണ്. അങ്ങനെ വരുന്ന ആൾക്കാരെന്ന് പെരുകി അവരെന്ന് ജീവിക്കാൻ തുടങ്ങി. ഇവർക്ക് നമുക്ക് ഈ ക്രിസ്ത്യാനിക്ക്, അമേരിക്കൻ, യൂറോപ്യൻസിനൊന്നും സഹിക്കാനും ബലിയാകുവാനൊന്നും താല്പര്യമില്ല. പ്രസവിക്കാനും ബലി ജീവിതം അവർക്ക് താല്പര്യമില്ല. എന്നാൽ പാവപ്പെട്ട സാധാരണ മനുഷ്യരുണ്ട്, അവരിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്ന് കയറി വിത്തിൻ 10 years അമേരിക്കയൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകും. ഇന്നുള്ള സായിപ്പിന്റെ കംഫർട്ടും സുഖങ്ങളൊക്കെ പോവും. കാരണം ഓൾ കൈൻഡ്സ് ഓഫ് ഡിസോർഡർ ആൻഡ് ഡിസാസ്റ്റർ വിൽ കം. ഈ രാജ്യത്തേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയാണ് നമ്മൾ ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ബുദ്ധിമാന്മാരായി ജീവിച്ച ഓൾ വെസ്റ്റേൺ കൺട്രീസ് ഇന്ന് ലോകത്തിന് മുമ്പിൽ മോശന്മാരും വിഡ്ഢികളുമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പിലൊക്കെ സത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ ഭോഷന്മാരാകാൻ നമ്മൾ വിളിക്കപ്പെട്ടു. ഇതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈശോയെ, ക്രിസ്തുവിനെ നിങ്ങൾ പിൻചൊല്ലാൻ ദൃഢനിശ്ചയം ചെയ്യുന്നത് മുതൽ നീ ഈ ലോകത്തിൽ വിലയില്ലാത്തവനും ഭോഷനും സ്ഥിരബുദ്ധിയില്ലാത്തവനുമായി ഗണിക്കപ്പെടും. അത് ഈ ലോകത്തിൽ മാത്രമല്ല, നമ്മൾ ഇത്തരത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ സന്യാസ സമൂഹത്തിലും നമ്മളുടെ സെമിനാരികളിലും ഒക്കെ നമ്മൾ വിവരമില്ലാത്തവരായിട്ട് മാറും. ഇങ്ങനത്തെ ഒരു തിയോളജി ഇന്ന് പലർക്കും സ്വീകാര്യമല്ല. നമ്മൾ ഇന്നും കുറെ പോളിസ് തിയോളജീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ബലിയാവുക, ആത്മദാനമായി തീരുക, ഇതാണ് ക്രിസ്തോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്രിസ്തോളജി ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ വേറെ എന്തൊക്കെ കാണിച്ച് വലിയ ബുദ്ധിമാന്മാരും അടുക്കന്മാരൊക്കെ ആയിട്ട് നടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വരാം. അപ്പം ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഇന്ന് നമ്മുടെ സഭയിൽ പോലും നമുക്ക് ഒരു മണ്ടന്മാരായിട്ടാണ് കണക്കാക്കുക. ഇങ്ങനെയുള്ള വൈദികരോ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരാകെ വിളിക്കപ്പെടും. പക്ഷേ ലോകം നിങ്ങളെ വിളിക്കും, ലോകത്തിൽ അൽമായരും വിളിക്കപ്പെടും. പക്ഷേ ഇതാണ് ക്രിസ്തു. നിന്റെ ഗുരുവിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ നീ അഭിമാനം കൊള്ളുക. പക്ഷെ നമുക്ക് അങ്ങനെ വിളിക്കപ്പെടാൻ താല്പര്യമില്ല. കാരണം നമുക്കും ഇന്ന് ഈ ലോകത്തിൽ 4 അറിവുള്ളവനാണ്, കഴിവുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, ഞാൻ എന്തൊക്കെയോ നേടിയവനാണ്, എനിക്ക് എന്തൊക്കെയോ കപ്പാസിറ്റി ഉണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇവിടെയാണ് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്നത്. അതുകൊണ്ട് യേശുവിനെ പിന്തുടരാൻ ദൃഢനിശ്ചയം ചെയ്ത നാൾ മുതൽ ഈ ലോകത്തിൽ നീ വിലയില്ലാത്തവനും ഭോഷനും സ്ഥിരബുദ്ധിയില്ലാത്തവനുമായി ഗണിക്കപ്പെടും. മാത്രമല്ല അപഹാസ്യനും തെറ്റുകാരനുമായി നീ പരിണമിക്കും. നീ വലിയ അപരാധം ചെയ്യുന്നവനാണെന്ന് പഠിപ്പിക്കും. നമ്മളെ വിളിക്കും. ലോകത്തെയോ മറ്റുള്ളവരെയോ നീ ഭയപ്പെടരുത്. ഇവിടെയാണ് ബൈബിളിലെ വചനം പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില സാധനങ്ങൾ നിങ്ങളുടെ എടുത്തു കളയാൻ കഴിവുള്ളവരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടേണ്ട ആരാന്നറിയോ? നിങ്ങളെ ആത്മാവിനെ നിത്യ അഗ്നിയിലേക്ക് തള്ളിയിടാൻ കഴിവുള്ളവനെ നമ്മൾ ഭയപ്പെടും.
അതാണ് നമ്മുടെ അന്ത്യവിധി. ഈ വിധിയിൽ നമ്മൾ വിധിക്കപ്പെടും. അന്ന് നമ്മൾ വലിച്ചെറിയപ്പെടുകയാണ്. ദൈവം വലിച്ചെറിയ, നമ്മൾ സ്വമേധയാ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി നമ്മൾ ഈ നരകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വിധിയാളനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ഭയക്കുന്നവൻ പരാജിതനാകും. ഭയപ്പെടുന്നവൻ പരാജിതനാകും. എന്നിട്ട് പറയാ, ക്രിസ്തുവിന് വേണ്ടി ഭോഷനും നിന്ദിതനുമാകുവാൻ ഈ ലോകത്തിൽ അഭ്യസിച്ചവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് നീ ഗ്രഹിക്കും. ഇതൊരു വലിയ സത്യമാണ്. ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിൽ ഭോഷനും നിന്ദിതനും അപഹാസ്യനുമാകുന്നൊരു വ്യക്തിയാണോ നീ? ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതിൽ ഭോഷനും നിന്ദിതനും വചനമായി ലോകം നിന്നെ ഗണിക്കുന്നൊരു വ്യക്തിയാണോ നീ? നീയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അതിന്ന് നമുക്ക് നമ്മളെ ഭാരതവും ചൈനയും വെസ്റ്റേൺ വേൾഡ്, ചൈന ബുദ്ധി കൂടി പോയി അല്ലേ? ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസ് ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഈ ബലി ആവുക, ആത്മദാനം, ശൂന്യവൽക്കരണം, പരിത്യാഗം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിത്തീരണം. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം, എന്നെ ശ്രവിക്കുന്ന ക്രിസ്ത്യാനി, ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ക്രിസ്ത്യാനി, ദിവസവും ജപമാല ചെല്ലുന്ന ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനി, നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയുള്ളൂ: മാതൃത്വവും പിതൃത്വവും. അമ്മയാവുക, ദൈവത്തിൻ്റെ മക്കളുടെ അമ്മയാവുക, ഇതാണ് ഒരു ബലിജീവിതമാണ്. മാതൃത്വം പിതൃത്വം ഒരു ബലിജീവിതമാണ്. ഈ ബലിയായി തീരുന്നത് വഴി മാത്രമേ നീ നിത്യരക്ഷ പ്രാപിക്കുകയുള്ളൂ. വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ വന്നുപോയ, നമുക്കറിയാലോ നമ്മുടെ ലോകം ഇന്നിങ്ങനെ പുതിയ ബിസിനസ് അല്ലേ. ഇപ്പം ഇങ്ങനെ നമ്മുടെ സഭ തന്നെ ഇങ്ങനെ പുതിയ ബിസിനസ്, നമ്മളിങ്ങനെ ഭയങ്കര മിടുക്കന്മാരാണ്, ബുദ്ധിയുള്ളവരാണ്. ലോകത്തിൻ്റെ സമയത്തിനനുസരിച്ച് നമ്മൾ പുതിയ കാശുണ്ടാക്കുന്ന പരിപാടി, ഇപ്പോഴത്തെ കാശുണ്ടാക്കുന്ന വൃദ്ധമന്ദിരങ്ങൾ പെരുകല്ലേ, ഇങ്ങനെ പെരുക. എന്തുകൊണ്ടാണ് പെരുകുന്നത്? മാതൃത്വത്തിൽ നിന്നും പിൻവാങ്ങി ആ ഹൗവയുടെ മക്കളായി പഴം പറിക്കാൻ പോയതാണെന്ന് ഏകാന്തതയും വൃദ്ധതയും അനാഥത്തിൽ കിടക്കുന്നതിൻ്റെ കാരണമെന്നാണ്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനത്തെ വൃദ്ധമന്ദിരങ്ങളുണ്ടോ? സഭ പണിയ വൃദ്ധമന്ദിരം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത കുറെ ചപ്പും ചവറുകളും കൂട്ടിയിട്ടാട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ 4 കാശ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം, നാണം കെട്ട സംവിധാനം. അതുകൊണ്ട് പ്രഘോഷിക്കുക. അതുകൊണ്ട് മാതൃത്വം പിതൃത്വത്തിലൂടെ അല്ലാതെ ഒരു സ്ത്രീ, ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയും പുരുഷനും സ്വർഗത്തിൽ പോവില്ല. ദാറ്റ് ഈസ് വെരി ക്ലിയർ. അതിൻ്റെ ദുരിതങ്ങളാണ് ഇന്ന് നമ്മളിങ്ങനെ പഴം പറിക്കാൻ പോയതിൻ്റെ ഫലമാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ പോയി. ഇത് തന്നെയാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കർത്താവേ എന്ന് വിളിച്ചാലെന്ന് നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല മക്കളെ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ നിങ്ങളാരും സ്വർഗത്തിൽ പോവില്ല. മത്തായി 7:21 വളരെ ഭയാനകമായൊരു വചനമാണ്. കർത്താവെ കുറേ പ്രാർത്ഥനയും, അവസാനം മരിക്കാറാകുമ്പോൾ കുറേ പ്രാർത്ഥനയും, വയസ്സാകുമ്പോൾ പ്രാർത്ഥനയും, എവിടെയെങ്കിലും പോയി കുറച്ച് വസ്ത്രങ്ങളും കുറേ പഴയ അരിയൊക്കെ കൊടുത്ത് നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. അനുതപിക്കണം. കാരണം ഇന്ന് കേരളത്തിലെ ഏകദേശം 1.5 ലക്ഷം മക്കള്, ആൺകുട്ടികൾ സീറോ മലബാർ സഭയിൽ, ലത്തീൻ സഭയിൽ അത്ര തന്നെ ഉണ്ടാവും, സഭയിൽ പെൺകുട്ടികളില്ലാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ വൃദ്ധമന്ദിരത്തിൽ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഫലമാണ്. ഇതിനൊക്കെ നാളെ നിങ്ങൾ വിധി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അനുതപിക്കണം. അനുതപിച്ച് പരിഹാരം ചെയ്താതെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കില്ല. വളരെ വേദനയോടെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തിനാ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അതെൻ്റെ ദൗത്യമാണ്. ഇങ്ങനത്തെ സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സുവിശേഷം പ്രഘോഷിക്കും. ഇത് പ്രഘോഷിക്കുന്നത് എന്നെ ചിലപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തുമായിരിക്കും, എന്നെ എന്താ പറയുക, ലോകത്തിൻ്റെ വിരുദ്ധനെന്നൊക്കെ പറയായിരിക്കും. അങ്ങനെ എൻ്റെ കർത്താവിനെ വിളിച്ചിട്ടുള്ളവനാണ്. പക്ഷേ ഇന്ന് ഭാരതം, ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇന്ന് ഭാരതം ലോകം മുഴുവനും ഭാരതീയരാണുള്ളത്. നാസയിൽ 24% ഭാരതീയരാണ് നാസയിൽ വർക്ക് ചെയ്യുന്നത്. സിലിക്കൺ വാലിയിലെ 33% ആൾക്കാർ ഭാരതീയരാണ്. ലോകത്തിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളും ഭാരതീയരെത്തിക്കൊണ്ടിരിക്കും. എന്താണ്? സായിപ്പന്മാര് പഴം പറിക്കാൻ പോയി. അപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പാടും ദുരിതമായിട്ട് കുറേ മക്കളുണ്ടായി. അങ്ങനെ 150 കോടി ജനമുണ്ടായി. ഈ ജനമാണ് ഇന്ന് ലോകത്തെ എല്ലാത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം. ഇന്ന് ക്രിസ്ത്യാനിയും ക്രൈസ്തവ കുടുംബങ്ങളും ഇന്ന് ശൂന്യമായി നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ വഴി വിട്ടുപോയി. നമ്മൾ ഈ പരിത്യാഗത്തിൻ്റെയും ബലിയുടെ ജീവിതം നയിക്കാൻ
നമ്മൾ മറന്നുപോയി. അങ്ങനെ ഒരു സുവിശേഷം നമ്മൾ പ്രഘോഷിക്കാൻ വിട്ടുപോയി. അപ്പം ഇതാണ് സനാതന സുവിശേഷം. അപ്പം അതാണ് ബുദ്ധിമാന്മാർ. ഇന്ന് ലോകം വിത്തിൻ 10 years ഇന്ത്യ വിൽ റൂൾ ദ വേൾഡ്. ഇന്ത്യൻസ് വിൽ റൂൾ ദ വേൾഡ്. അതാണ് അതിൻ്റെ വഴിയെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഈ ജനസംഖ്യ അല്ലേ. 1:31:28. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കഴിവും കപ്പാസിറ്റി ഉണ്ടെന്നല്ല, സ്വാഭാവികമായിട്ടാണ്. then we have a good governance, appreciated. കാരണം ഇറ്റ് ഈസ് ബെറ്റർ. ഏറ്റവും വലിയ ബെറ്റർ എന്താണ്? ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ അവർ ജനസംഖ്യ നിയന്ത്രണത്തിന് പോയില്ല. മറ്റേ പാർട്ടികൾ അത് നിർത്തിയാണ്. അപ്പം ഇതങ്ങനെ ദാറ്റ് ഇസ് ദേ ജസ്റ്റ് ലെറ്റ് ഗോ. വെരി ഗുഡ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആൻഡ് ദേ ഹാവ് റിയലൈസ്. അവർക്ക് ആ വിസ്ഡം ഉണ്ടായി. ചൈന തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന 1 child പോളിസിയിലെത്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എന്തെങ്കിലും ഓരോ വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നാണ് ഈ ജനസംഖ്യ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ 65% ഈസ് യങ് പീപ്പിൾ. അതുകൊണ്ട് വി വിൽ റൂൾ ദ വേൾഡ്. വി വിൽ ബിക്കം ദ നമ്പർ 1. എന്താ പറയുക, ഫിനാൻഷ്യലി ഏറ്റവും ടോപ്പായിട്ടുള്ള പൊസിഷൻ നമ്മൾ എത്തും അധികം താമസിക്കാറ്. അപ്പം ഇതൊക്കെ എത്തുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ പോഷന്മാരായി തീരാൻ. പണ്ട് നമ്മുടെ വാജ്പേയി അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ സെനറ്റിലെ ആൾക്കാരിങ്ങനെ കളിയാക്കി. റിപ്പബ്ലിക്കൻസും മറ്റേ ഡെമോക്രാറ്റ്സൊക്കെ അവരെ പാർലമെൻറ്റിൽ നിൽക്കണം. അവരിങ്ങനെ തമാശയ്ക്ക് പറയണം, നിങ്ങളിങ്ങനെ വെറ്റ് പെരുകി ഞങ്ങളുണ്ടാക്കി ലോകത്തിലെ ഭക്ഷണമെല്ലാം നിങ്ങൾ തിന്ന് തീർക്കുമല്ലോ വാജ്പേയി എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. മൈ ഡിയർ അമേരിക്കൻസ്, യു നോ വൺ തിങ്, ഇൻ ഇന്ത്യ വി ഹാവ് ആസ് മെനി എൻജിനീയേഴ്സ്, qualified engineers as of the population of United States of America. ഒറ്റയടിക്ക് സാഹിബിൻ്റെ വായ മൂടിക്കളഞ്ഞു. സാഹിബ് പറഞ്ഞു, നിങ്ങളിങ്ങനെ പെരുകി ഈ ലോകത്തിലെ ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണവും സാധനമൊക്കെ തിന്ന് ഇവിടെ വലിയ പട്ടിണി ഉണ്ടാകുമല്ലെന്ന്. ഇപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അപ്രീഷിയേറ്റ് ഹിം. അദ്ദേഹം പറയാണ്, അമേരിക്കക്കാരാ, ഇന്ന് ഇന്ത്യയിൽ ഉള്ള അമേരിക്കക്കാരുടെ ജനസംഖ്യയുടെ അത്രയും ക്വാളിഫൈഡ് എൻജിനീയേഴ്സ് ഇന്ത്യയിലുണ്ട്. അദ്ദേഹം അത് പറഞ്ഞ് 10-15 വർഷത്തിനകത്ത് എൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓൾ ദ ടോപ്പ് കമ്പനീസ് ലീഡ് ചെയ്യുന്നവരെ ഇന്ത്യൻസ്. ഓൾ ദ രാജ്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ ദീസ് ഇന്ത്യൻസ്. അതുകൊണ്ട് ഇന്ന് ഭോഷന്മാരായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഋഷി സുനക്കിൻ്റെ കഥ കേട്ടില്ലേ, ബ്രിട്ടീഷുകാരൻ്റെ അധോഗതി. പിന്നെ എടുത്ത് മാറ്റിയവർ, അത് മാറ്റാണ്ട് പറ്റത്തില്ല. കാരണം അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഒരു ഇന്ത്യക്കാരൻ്റെ കീഴിൽ ബ്രിട്ടീഷുകാരൻ ജീവിക്കുന്ന അവൻ്റെ അധോഗതിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താണ്? അനേകം പ്രതിസന്ധികളെ ബ്രിട്ടനിൽ നേരിടാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തെ മറഞ്ഞ്, സുവിശേഷം മറന്ന്, ദൈവത്തിൻ്റെ വിളി, അതായത് ക്രിസ്തീയ ജീവിതം സുഖത്തിനും സന്തോഷത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ളതല്ല. ക്രിസ്തീയ ജീവിതം ബലിയായി തീരാനുള്ളതാണ്. ക്രിസ്ത്യാനിയുടെ സന്തോഷം പാപികളുടെ മാനസാന്തരത്തിൽ. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷയിലേക്കുള്ള വഴി കുരിശിൻ്റെ വഴിയാണ്, ബലിയുടെ വഴിയാണ്. ഈ ബലിയുടെ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിൻ്റെ കരുണ. ഈ കരുണയാൽ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം, അബദ്ധം പറ്റിയിട്ടുണ്ടാകും, സാരമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റിയിട്ടില്ല, മറന്നുപോയി, സാരമില്ല. പക്ഷേ അനുതപിക്കണം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ സ്വർഗം മറക്കുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ അനുതപിക്കണം, പ്രാശ്ചിത്തം ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വരികയും ആ കാരുണ്യത്താൽ യേശുക്രിസ്തു സമർപ്പിച്ച പാഠപീഠങ്ങളുടെയും അവന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ നമ്മുടെ ആത്മാവിന് വിശുദ്ധീകരണം ലഭിക്കും. ഈ വിശുദ്ധീകരണം ലഭിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ വിശുദ്ധീകരണം ലഭിച്ച് നിന്നാൽ പോരാ. മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ കരുണയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ആത്മവിശുദ്ധീകരണമാണ്. അങ്ങനെ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലെങ്കിൽ കരുണ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു ഗുണവും പ്രദാനം ചെയ്യില്ല. ഇന്ന് ഇത്രമാത്രം കുർബാനയ്ക്ക് പോയിട്ടും നൊവേനയ്ക്ക് പോയിട്ടും ധ്യാനത്തിന് പോയിട്ടും ക്രിസ്ത്യാനി നിന്റെ ഗതി അധോഗതിയായിരിക്കുന്നത് കാരണം എന്താ? നിന്റെ ദൈവം കരുണയുള്ളവനാണ്. ഈ കരുണ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നീ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ കരുണയെ ഉപയോഗിക്കുന്നത്. നീ ദൈവത്തിന്റെ സ്നേഹത്തെ വെച്ചിട്ട് ലോകത്തിലെ കുറെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ച് നടക്കുകയാണ്.
അതിനൊരുക്കം കൂട്ടുന്ന കുറേ ധ്യാനമന്ദിരങ്ങളും സുവിശേഷ പ്രഘോഷകരും പരിപാടികളായിട്ട് നടക്കുന്നവർക്കാണ് ദുരിതം വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു തലമുറയെ, ഒരു ദേശത്തെ, ഒരു ജനത്തെ തകർച്ചയിലേക്ക് കൊണ്ട് വിട്ടിട്ട് നമ്മളാരും രക്ഷപ്പെടില്ല. യു വിൽ ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ് ദ ഫാദർ. നമ്മൾ വിധിക്കപ്പെടും. കർത്താവിൻ്റെ വചനം, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ പിശാചുകളെ പുറത്താക്കി, ഞങ്ങൾ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും നിറവേറി, അനീതി പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല എന്നുള്ള വാക്യം ഈ സുവിശേഷ പ്രഘോഷകർക്കുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ us to come to the real gospel. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരണം. സ്വർഗം നമ്മളോട് കരുണ കാണിക്കും. ഈ അവസാന നാളുകളിലും നമ്മുടെ കാരുണ്യം എത്രയാണ്. അങ്ങനെ നമ്മൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരണം. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കരുണ നൽകുന്നത്. ഈ സുവിശേഷം നമ്മൾ ലോകത്തിൽ അറിയിക്കണം. ഈ സുവിശേഷം ഇനിയും പ്രസംഗിക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ കരുണ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യ, സ്നേഹവും സമാധാനം സമൃദ്ധമായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരുണയും സ്നേഹവും കൃപയും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾ മോചിപ്പിക്കുകയും ഈ ലോകത്തിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ സൽപ്രവൃത്തികളും ചെയ്യാൻ നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പായി നമ്മൾ മാറട്ടെ. ഇനിയും സമയമുണ്ട്. കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ അവസാനത്തിൽ നിന്നാണ് പ്രവർത്തിക്കാം. നമ്മൾ കാനായിൽ വീഞ്ഞു തീർന്നു, ആ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ദൈവം പ്രവർത്തിക്കണം, അല്ലേ? ഒരു 5 അപ്പം 2 മീൻ പയ്യൻ്റെ കയ്യിൽ, ബാക്കി എല്ലാവരും തീർന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ദൈവം പ്രവർത്തിക്കുന്നത്. തിബേരിയോസ് കടൽ തീർത്ത് വലയെറിഞ്ഞ് മീൻ കിട്ടാതിരുന്ന അവസാന നിമിഷത്തിരിക്കുമ്പോഴാണ് ആ വലയെറിയാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ അവസാന നിമിഷത്തിൽ നമ്മളിതിന് തയ്യാറായി കഴിഞ്ഞാൽ God will do wonders. Okay, He is great. അവൻ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഈ ക്രിസ്തുവിന് വേണ്ടി സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. കുഞ്ഞുങ്ങളെ മക്കളും പഴം പറപ്പിക്കാൻ നാട്ടിലെ അന്യരാജ്യത്തേക്ക് വിടരുത്. ദുരിതമാണ് അവിടെ വരാൻ. വിതിൻ 5-10 years all kinds of അരാജകത്വം, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതയുള്ള രാജ്യങ്ങൾ വരാൻ പോവാണ്. അതുകൊണ്ട് പറഞ്ഞു വിടുന്നതൊക്കെ നിർത്തി നമ്മളിവിടെ തന്നെ നിർത്തുക, നമ്മുടെ കൂടെ നിർത്തുക. പണം ഉണ്ടാക്കലല്ല, സുഖസന്തോഷം നേടലല്ല നമ്മുടെ ക്രൈസ്തവ ജീവിതം ലക്ഷ്യം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഗുണകരമാണ്, അല്ലാത്തവന് ദൈവഭക്തി വേസ്റ്റാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.